ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ്. നമുക്ക് അറിയാം, ഈ പറവൂർ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളതാണ് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വലിയ ഒരു കൃഷി സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നമുക്ക് നല്ല ചൂട് കാലമല്ലേ. നമ്മൾ വഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ തണ്ണിമത്തനോ അല്ലെങ്കിൽ സോഡ നാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ തണ്ണിമത്തനൊക്കെ പോലെ തന്നെ ഒരു കൃഷി ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറവൂര് കൊടുങ്ങല്ലൂർ ഏരിയയിലേക്കാണ് ഇത് കൃഷിയൊക്കെ കാണുന്നുള്ളൊരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ പാപ്പന് ഇതിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇങ്ങോട്ട് വന്നു. പാപ്പൻ രാവിലെ തന്നെ വന്നാട്ടോ, ഒരു 8 മണി കഴിഞ്ഞപ്പോൾ വന്നതാണ്. അപ്പം പാപ്പനൊക്കെ പൊട്ടുവെള്ളരി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മെയിനായിട്ട് കുറച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ വന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഇറങ്ങിയാണ്. അപ്പം ചുമ്മാ പാടമൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ ഈ ഏരിയ മുഴുവനും പാപ്പൻ്റെ ആട്ടോ, പാപ്പൻ കൃഷി ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് ഏതോ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനം എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ പൊട്ടുവെള്ളരി ഇന്നലത്തെ മഴയത്ത് പൊട്ടിയതാട്ടോ. ഇതിപ്പോൾ നമുക്ക് നഷ്ടം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ശരിക്കും പറയാം, ആദ്യം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. കാരണം അതിനകത്ത് ആ കുരു കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. അത് പാല് മിക്സ് ചെയ്തടിക്കും. പിന്നെ ഇടയ്ക്ക് കുടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഹെൽത്തിയാണ് സംഭവം. പിന്നെ ഇതാണ്ട് പാപ്പനൊരു പൊട്ടുവെള്ളരി പറിച്ചെടുത്തേക്കുന്നത്. അത് വലിയ വലിപ്പമുള്ളതാണ്. അപ്പം ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാങ്കല്ലൂർ വന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാപ്പൻ്റെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് വിളിച്ചാൽ മതി. കാരണം ഇതിപ്പോൾ സീസൺ കഴിയാറായി. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ഇതായിപ്പോൾ മീൻസ് ഇത് മണ്ണിന് തന്നെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. കാരണം വെള്ളം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം കുറേയൊക്കെ പറിച്ച് കുറേ കഴിഞ്ഞ് ഇനിയിപ്പോൾ സീസൺ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് സീസണിലോട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതെപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ അനിയൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇന്നൊരു ഓട്ടോ കിടക്കുന്നില്ല. ഓട്ടോയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് സാധനം എടുക്കാൻ വേണ്ടി. എന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പണിക്കും നമ്മൾ ഭായിമാരാണ്. അപ്പോൾ കൃഷിപ്പണിക്കും ഭായിമാരാണ് പാപ്പനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ ഓരോന്നിങ്ങനെ ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കാനുള്ളത് ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാൻ പറ്റാത്ത പല ചെറിയ ചെറിയ പാടത്തും പറമ്പത്തൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, നല്ല പച്ചപ്പ് പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സഞ്ചിയാണ് കൊണ്ടുവരുന്നത്. കുറച്ച് സഞ്ചി കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി നോക്കിയാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അനിയൻ അവർ ഹിന്ദിക്കാരുടെ അടുത്ത് സംസാരിച്ച് ഭായിമാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.